Ignoring digital marketing is like starting a business without telling anyone. So here I am to discuss about digital marketing with Suhaila ma'am. Hi ma'am, can you introduce yourself? I am Suhaila Hashim, Chief Career Advisor and a motivation speaker. I am Managing Director of Indians Cloud Tech LLC, which is a Mumbai-based IT firm. Digital marketing എന്താണ് and അതിന്റെ സ്കോപ്സ് എന്തൊക്കെയാണ്? ഒരു കമ്പനിയുടെ ബ്രാൻഡും സർവീസും പ്രൊഡക്ട്സും ഓൺലൈനായി മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സി ദ ഫാക്ട് അബൌട്ട് മാർക്കറ്റിംഗ് ഇസ് ദർ ഇസ് നോ മാർക്കറ്റിംഗ് വിത്തൗട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്? സോഷ്യൽ മീഡിയയിലാണ്, റൈറ്റ്? ഒരു 3 വയസ്സുള്ള കുട്ടി മുതൽ ഒരു 100 വയസ്സായിട്ടുള്ള ആൾ വരെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ മനസ്സിലാക്കിയ കാര്യം, ട്രില്യൺസോളം ആൾക്കാർ ഒരു മിനിറ്റിൽ തന്നെ വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കോപ്പും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ബിലീവ് മീ, വീട്ടിലിരുന്നു കൊണ്ടും ഓഫീസിൽ പോയിക്കൊണ്ടും ഒരുപാട് ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ്. ഡിജിറ്റൽ ചാനൽസ് ലൈക്ക് സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിൻ ആൻഡ് ഇമെയിൽ മാർക്കറ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ ബ്രാൻഡും പ്രൊഡക്റ്റും സർവീസും ഓൺലൈനായി മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വൈഡർ കോൺസെപ്റ്റാണ്. നിങ്ങൾ ഇതിൽ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് വളരെയധികം വൈഡാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ എ ബിസിനസ് ടു ഗ്രോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് വെരി കോസ്റ്റ് എഫക്റ്റീവ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നിങ്ങളുടെ റീച്ച് കൂട്ടാനും അതുപോലെ റിസൾട്ട് മെഷർ ചെയ്യാനും ദെൻ ഫോർ യുവർ പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് ഓൾസോ ഫോർ യുവർ കമ്പനി ബ്രാൻഡിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലേസ് എ വെരി വൈറ്റൽ റോൾ. അതുകൂടാതെ നിങ്ങളുടെ ബ്രാൻഡ് അവെയർനെസ്സിനും അതുപോലെ കസ്റ്റമറിനെ എൻഗേജ് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്. So why should one choose digital marketing as their career and what are the qualifications required for this? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് എ ബെസ്റ്റ് കരിയർ ചോയ്സ്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊരു ബൂമിംഗ് സെക്ടറാണ്. ഒരുപാട് ജോലി സാധ്യതയാണ് ഉള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബെസ്റ്റ് പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഈസി ടു ലേൺ. എനിവൺ വിത്ത് ഇൻട്രസ്റ്റ് ക്യാൻ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകാൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരിക്കലും നിങ്ങൾക്കൊരു ബാരിയർ ആയിരിക്കില്ല. +2 ഗ്രാജുവേറ്റ് ആവട്ടെ, +2 സ്റ്റുഡൻറ്റ് ആവട്ടെ, ഡിഗ്രി ഗ്രാജുവേറ്റ് ആവട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവട്ടെ, ഇവൻ നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രിയിലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആവട്ടെ, ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് യുവർ കരിയർ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ, ഇറ്റ്സ് എ വെരി ഈസി ടാസ്ക്. What are the career opportunities and what are the salary packages available in digital marketing? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ബ്രോഡാണ്. നിങ്ങൾ ഈ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ്. ഇന്ത്യയിലും എബ്രോഡിലും ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമായും വർക്ക് ഫ്രം ഓഫീസിൽ പോയിക്കൊണ്ടും നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനലിസ്റ്റ്, ഇൻഫ്ലുവൻസർ റിലേഷൻഷിപ്പ്, social media analyst, copywriter, content writer, digital marketing executive, email marketing executive, online reputation manager, SEO analyst, social media manager, PPC analyst, personal branding analyst, automation specialist, award specialist എന്നിങ്ങനെ പല ജോലികളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ സാലറി പാക്കേജ് ഈസ് ഓൾസോ വെരി അട്രാക്റ്റീവ്. നിങ്ങൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഒരു 20K മുതൽ 1 lakh വരെ സാലറി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് യു ക്യാൻ വർക്ക് ആസ് എ ഫ്രീലാൻസർ. അറ്റ് എ ടൈം പല ക്ലയൻസിൻ്റെയും പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ ലാക്സ് യു ക്യാൻ ഏൺ പെർ മന്ത് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്, യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് യുവർ ഡെഡിക്കേഷൻ ലെവൽ. So according to you, which is the best institute to learn digital marketing? That's a very tricky question. എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻസ് ഗ്ലോബാണ്. കാരണം ഐ ഹാവ് എ ഗുഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ്. ഞാൻ പല കമ്പനീസിലും വർക്ക് ചെയ്ത സമയത്ത്, ഈവൻ പല ഇൻസ്റ്റിറ്റ്യൂഷനുമായി ഇൻട്രാക്ട് ചെയ്ത സമയത്ത് ഇവരൊക്കെ ജസ്റ്റ് കൊടുക്കുന്നത് ദി ആർ ചാർജിങ് 1 lakh, 1.5 lakh ഫാൻസി റേറ്റ്സ് ആണ് കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. ആൻഡ് വൺസ് യു ലേൺ ദ കോഴ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് അവർക്കൊന്നും അറിയില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. ഓൾ ആർ സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ബട്ട് നൺ ഓഫ് ദം നോ ദ ജോബ്. ഇന്ത്യൻസ് ഗ്ലോബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പക്ക പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ, എവിടെയും തിയറി വരുന്നില്ല. ഇറ്റ്സ് ഓൾ പ്രാക്ടിക്കൽ തിങ്സ് ദാറ്റ് വി ആർ ടീച്ചിങ് ദം. ഇപ്പം ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവിടെ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം,
അതിലെങ്ങനെ ആഡ് റൺ ചെയ്യണം, അതെങ്ങനെ ഓർഗാനിക്കലി ഡെവലപ്പ് ചെയ്യണം. ഈവൻ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഹൂക്ക് ലൈൻസ്, അതിൻ്റെ എല്ലാ പ്രൊമോഷനും കാര്യങ്ങളും കുട്ടികൾ തന്നെ പ്രാക്ടിക്കലി ചെയ്യും. സോ ദ ബെസ്റ്റ് തിങ് ഇസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ് ആസ് എ സർട്ടിഫൈഡ് സ്റ്റുഡൻസ്, ആസ് എ സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്റർ. ഇറ്റ്സ് ലൈക്ക് എ പ്രൊഫഷണൽസ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്പെസിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളായിട്ടായിരിക്കും അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ കൂടെ തന്നെ വി ആർ ഗിവിംഗ് ദം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വി ആർ ഗിവിംഗ് ദം ഇൻറ്റേൺഷിപ്പ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി കയറാനും ഇത് ഹെൽപ്ഫുള്ളായി മാറുന്നുണ്ട്. സോ എൻ്റെ ഒരു റെക്കമെൻഡേഷനും എൻ്റെ പേഴ്സണൽ ചോയ്സും ഇൻറ്റേൺസ് ഗ്ലോബലാണ്. കാരണം ഐ ആം ദ വൺ ഹൂ ഇസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ് ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ എവറി സ്റ്റുഡൻസ് ഹു ആർ എൻറോളിംഗ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓർ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റേൺഷിപ്പ് വിൽ മേക്ക് ഷുവർ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ് ആസ് എ പക്ക ഗ്രേറ്റ് പ്രൊഫഷണൽസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രഷേഴ്സിനോട് മാമിന് അഡ്വൈസസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവാണ്, നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് അത്രത്തോളം വളരാൻ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങൾ കാലിബറുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് ശരിക്കും വർക്ക് അറിയുകയാണെങ്കിൽ കമ്പനീസ് ആർ റെഡി ടു പേ വോട്ട് യു ആർ ആസ്കിങ്. ആ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് പോകുന്നത്. അതുപോലെ തന്നെ ഏതൊരു കമ്പനി ആവട്ടെ, വെദർ ഇറ്റ്സ് എ സ്മോൾ ഫേം, ലാർജ് ഫേം ഒരു മീഡിയം ഫേം, ഇഫ് ദേ വോണ്ട് ടു സർവൈവ് ഇൻ ദ മാർക്കറ്റ് ദേ നീഡ് ടു ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇറ്റ്സ് ലൈക്ക് എൻ എസെൻഷ്യൽ തിങ്. എയർ, വാട്ടർ, ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു കരിയർ ചോയ്സ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനും വളരെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, please do contact the below number. I am always there to help you. Signing off, Suela Hashim. Thank you so much, Fatima. Thank you.